പട്ട, കറയാമ്പ്, ഏലക്കായ, കുരുമുളക്, വെളുത്തുള്ളി, കടുക്, വിനാഗിരിയിട്ട് അരച്ചത്. ഞങ്ങൾ ഈയുടെ ചേച്ചിമാരി വിന്താരി വെക്കണേ. ഞാൻ ഈനയുടെ രണ്ടാമത്തെ ചേച്ചിയാണ് കേട്ടോ. പേര് പറ. ലൈല. അപ്പം നിനക്ക് പിന്താരി ഉണ്ടാക്കി കൊടുക്കാൻ വന്നേക്കണം. അപ്പം ഞാൻ ഇപ്പോൾ വേപ്പില ഊരി എടുക്കണേന്. അപ്പം ഇനി ചേച്ചിയുടെ വീഡിയോ കാണാം. ചേച്ചിയാണ് ഉണ്ടാക്കണ മെയിൻ ആളെട്ടാ. ഞാൻ ഇപ്പോഴത്തെ ഹെൽപ്പറാണ്. ആവശ്യത്തിനുള്ള മുളക് പൊടി അമ്മ ഇടണം. വിന്താരിക്ക് എരിവാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. 3 കിലോ ഇറച്ചിയാണ്. അതിന് നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇടാൻ കൊണ്ട് 7 സവാള അരിഞ്ഞ, ഇഞ്ചി വേപ്പല ഇട്ട് എഴുതി നമ്മ വെളിച്ചെണ്ണ ഒഴിക്കണം ആവശ്യത്തിന്. ഉപ്പിടണേ. നോക്കിയിട്ട് ചൊറുക്കിയിട്ടാണ് നമ്മ മസാലകൾ അരച്ചത്. അപ്പം ഇനി നോക്കിയിട്ട് ചൊറുക്കൊഴിച്ചാൽ മതി. കാശ്മീരി മുളക് പൊടി ഇടണേണ് നമ്മ കളർ കിട്ടാൻ വേണ്ടി. ഇട്ട് കുഴച്ചിട്ട് അടിയിൽ കുഴക്കണില്ല, കുഴക്കാൻ പറ്റണില്ല. അങ്ങനെ ഇപ്പം നമ്മ ഉരുളിയിലോട്ട് മാറ്റി കുഴക്കണേന്. അത് കഴിഞ്ഞിട്ട് കുക്കറിലോട്ട് മാറ്റും നമ്മ അടപ്പത്തിലോട്ട്. കാണാനും ഭംഗിയുണ്ടാവുള്ളൂ. ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ 3 കിലോനുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് നമ്മുടെ കറിയുടെ രുചി നിൽക്കണത്. കൈ കൊണ്ട് കുഴക്കണം. എന്താണെന്ന് അറിയാമോ? കൈ കൊണ്ട് നമ്മൾ കുഴച്ച് എല്ലാം കൂടി കൂട്ടണം. നമ്മുടെ കൈ പുകച്ചിലെടുക്കും. എന്നാലും നമ്മൾ കൈ കൊണ്ട് വേണം അത് കുഴച്ച് മറിച്ചെടുക്കാനായിട്ട്. ചേച്ചിയുടെ വിന്താരി എല്ലാം കുഴച്ചൊക്കെ മറിച്ചൊക്കെ വെക്കണേന് നമുക്ക് കുക്കറിലോട്ടാക്കി അടുപ്പത്തോട്ട് വെക്കാം കേട്ടോ. കുക്കറിലോട്ട് മാറ്റണേണ് ഞാൻ. കൂട്ടിക്കോ. കുക്കർ അടക്കണേണ്. കുക്കറിൽ നമ്മൾ വെച്ചിട്ട് 3 വിസിൽ കേട്ടപ്പ ഓഫാക്കി. എന്നിട്ട് നമ്മൾ ചട്ടിയിലോട്ട് പകർത്തിയിട്ട് ഇപ്പം ഒന്ന് വെള്ളം പറ്റി കഴിയുമ്പോൾ നമുക്കിത് ഓഫാക്കാം. അങ്ങനെ വിന്താരിയിലെ നെയ്വെള്ളമൊക്കെ പറ്റി നല്ല കൂറുകായി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളി വിന്താരി റെഡിയായി കേട്ടോ.